ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ നിലയ്ക്കാത്ത സ്നേഹത്തിൽ ഞാൻ ഈ പ്രഭാതത്തിൽ വന്ദനം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, ഒരു പുലരി പുഞ്ചിരിക്കുന്നത് കൂടെ കാണാൻ നമ്മെ വിളിച്ചെഴുന്നേൽപ്പിച്ച നല്ല കർത്താവിന് നന്ദി പറയാം. മക്കളെ, അവിടുത്തെ ശബ്ദം കേൾക്കാൻ നമുക്ക് ചില നിമിഷങ്ങളൊന്ന് വേർതിരിച്ചിരിക്കാം. അതെ, ഞാൻ മുഖവുര എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേരെ തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 13 മുതലുള്ള വേദഭാഗത്തെ ആധാരമാക്കിയ ആമേൻ ദൈവജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കണമേ, ഞാൻ വേദഭാഗം വായിക്കുന്നു. ലൂക്കോസ് 24:13 മുതൽ. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. സംഭവം ദൈവകുഞ്ഞുങ്ങൾക്കറിയാം. വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ്: അന്നു തന്നെ അവരിൽ 2 പേർ പോയി. എന്നാൽ അന്നു തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നടന്ന അന്നു തന്നെ പരമയാഗമായ ക്രിസ്തുയേശു ക്രൂശിൽ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. അന്നു തന്നെ 2 പേർ ഹല്ലേലൂയ നിരാശ വാരിപ്പുതച്ചവരായി, കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തവരായി 7 നാഴിക ദൂരമുള്ള എമ്മാവൂസിലേക്ക് പോകുകയാണ്. സ്തോത്രം. പ്രിയരെ, നമുക്കറിയാം ഈ സംഭവം വിശദീകരിക്കുന്നത് അവൻ എഴുത്തുകാരനായ ലൂക്കോസ് ആണ്. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിലെ 40 പുസ്തകങ്ങളിൽ യഹൂദേതരനായ ഏക എഴുത്തുകാരൻ ലൂക്കോസ് ആണ്. കൊലോസ്യലേഖനത്തിൽ പൗലോസ് ഇദ്ദേഹത്തെ വൈദ്യനായ ലൂക്കോസ് എന്ന പരിചയപ്പെടുത്തുന്നത്. രോഗി പരിചരണത്തിൽ മാത്രം താൻ ശ്രദ്ധയൂന്നി ജീവിച്ചിരുന്നെങ്കിൽ തദ്ദേശീയരായ ആൾക്കാർ അദ്ദേഹത്തെ ഡോക്ടർ ലൂക്ക് എന്ന് വിളിച്ച് ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു. എന്നാൽ താൻ യേശു ക്രിസ്തുവിനെ ജീവിതത്തെ സ്വീകരിച്ചതുകൊണ്ട് തദ്ദേശീയർ മാത്രമല്ല 5 വൻകരയിലുമുള്ള ജനകോടികൾക്ക് താൻ പരിചിതനായി മാറി. അവരെല്ലാം അവനെ ആദരിക്കാൻ തുടങ്ങി. വൈദ്യനായ ലൂക്കോസ് എന്ന് വിളിക്കപ്പെട്ടവനെ സുവിശേഷം എഴുതിയതുകൊണ്ട് സുവിശേഷകനായ ലൂക്കോസ് എന്ന് ലോകം വിളിക്കുന്നു. ക്രൈസ്തവ സഭയുടെ ആദിമ ചരിത്രമായ പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയതുകൊണ്ട് അദ്ദേഹത്തെ ചരിത്രകാരനെന്ന് ലോകം വിളിക്കുന്നു. പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് എഴുത്തുകാരനായ ലൂക്കോസ് എന്ന് തന്നെ വിളിക്കുന്നു. പൗലോസിനോടൊപ്പം മിഷണറി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതുകൊണ്ട് മിഷണറിയായ ലൂക്കോസ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, യഹൂദനെന്നോ യവനമെന്നോ വ്യത്യാസമില്ലാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനെ മാനപാത്രമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞെ, നീ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ നിന്റെ നിറവോ മതമോ ജാതിയോ ഭാഷയോ ജോലിയോ ഒന്നും എന്റെ ദൈവത്തിന് പ്രശ്നമല്ല. സ്വർഗം നിന്നെ മാനിക്കും. നല്ല കാര്യം ചെയ്തവനെ നമുക്കറിയാം, നാട്ടുകാർ മാനിക്കും, ആദരിക്കും. മഹത്തായ കാര്യങ്ങൾ ചെയ്തവനെ രാജ്യം ആദരിക്കും. എന്നാൽ ദേശമറിയുന്നതോ ലോകമാകെയുള്ള 800 കോടി ജനങ്ങളും ഒരുമിച്ച് ആദരിക്കുന്നതോ അല്ല. സ്വർഗത്തിൽ ദൈവം നിന്നെ അറിയുന്നതാണ്, കർത്താവ് നിന്നെ ആദരിക്കുന്നതാ അഭിമാനം. സ്തോത്രം. പേരിന് മുൻപിൽ പൂജകപദങ്ങളായി ഡിഗ്രി എഴുതി ചേർക്കാനില്ലാത്ത, കുലമഹിമയില്ലാത്ത, നിറമില്ലാത്ത, സമൂഹത്തിന്റെ ചവറ്റുകുട്ടയിൽ കഴിഞ്ഞുകൂടി എത്രയെത്ര വ്യക്തികൾ ദൈവപുത്രന് വേണ്ടി നിൽക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവരെ ആദരിക്കാൻ തുടങ്ങി. ദൈവം ആദരിക്കാൻ തുടങ്ങിയപ്പോൾ ലോകം അവരെ ആദരിക്കാൻ തുടങ്ങി. അതേ മക്കളെ, ക്രിസ്തുവിന്റെ പൈതലായി മാറുക, കർത്താവിന് വേണ്ടി നിവരെ നിൽക്കുക, ദൈവം നിന്നെ ആദരിക്കും. ലോകം തരുന്ന പേരിനാൽ അറിയപ്പെടുകയല്ല മക്കളെ, ദൈവം തരുന്ന പേരിനാൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. MBBS, IAS, IPS, BBA, MBA, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് നിന്റെ തലമുറ മിടുക്കരാകട്ടെ, നല്ലത് തന്നെ. എന്നാൽ ദൈവം തരുന്ന പേരിൽ അവരറിയപ്പെടാൻ കുഞ്ഞെ നീ അഭിമാനം കൊള്ളണം. സ്തോത്രം. ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മക്കളെ, നീ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെട്ട നിന്നെക്കുറിച്ച് കർത്താവിന് ഉദ്ദേശമുണ്ട് കേട്ടോ. നോക്കൂ, ഇവരെ കുറിച്ച് പറയും, ഗലീലക്കടലിന്റെ ഓളപ്പരപ്പിൽ അന്നം തേടിയ ചില സഹോദരങ്ങൾ, ആരാലും അറിയപ്പെടാതെ ഈ മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടിയിരുന്നവർ, സർവ്വലോകവും അറിയും വിധത്തിൽ ഉയർത്തപ്പെടാൻ എന്താ കാരണം? കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ, കർത്താവിനടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം അവർ ഫ്ലെക്സിബിൾ ആയിരുന്നു, അവൈലബിൾ ആയിരുന്നു, ഏൽപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായിരുന്നു. അവരുടെ ജീവിതത്തിൽ നിരവധിയായ പ്രതികൂലങ്ങൾ പെരുമഴ പോലെ പെയ്തിറങ്ങിയിട്ടും പതറാതെ നിന്നതിന്റെ പിന്നിൽ ഒറ്റ കാരണമാ, തങ്ങളുടെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസം. കുഞ്ഞേ, ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന പഴയകാലം, ചാണകം മെഴുകിയ തറയിൽ വിരിച്ചിട്ട പരമ്പിൽ മുട്ടുകുത്തി ആധുനിക സംഗീതോപകരണങ്ങളുടെ പിൻബലമില്ലാതെ കൈയടിച്ചു പാടി ദൈവത്തെ ആരാധിച്ചവർ അന്ന് കണ്ട സ്വപ്നമാ കേട്ടോ, അന്നവർ കേട്ട വാഗ്ദത്തമാ ഇന്ന് ക്രൈസ്തവ ലോകം അനുഭവിക്കുന്ന എല്ലാ നന്മകളും. ആമേൻ.
സ്തോത്രം. ഡോളറും ദിനാറും റിയാലും ദറംസും പൗണ്ടും ഒന്നും കണ്ടിട്ട് പോലുമില്ലാത്ത കഴിഞ്ഞ തലമുറയിലെ വിശുദ്ധന്മാർ അണുവിട വ്യതിചലിക്കാതെ വചനത്തിനു വേണ്ടി നിന്നതുകൊണ്ട് തേജസ് യേശുവിൻ പൊന്മുഖൻ ഞാൻ കാണുമെന്ന് പാടി ആരാധിച്ച ആ ദൈവകുഞ്ഞുങ്ങളെ ലോകം ഭ്രാന്തരെന്ന് മുദ്ര കുത്തിയിട്ടും സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് കുടുംബത്തിൽ ലഭിക്കേണ്ട അവകാശം പോലും കൊടുക്കാതിരുന്നിട്ടും ഉറ്റവരും ഉടയവരും ഒറ്റപ്പെടുത്തിയിട്ടും അവരെ ഉറപ്പോടെ നിർത്തിയത് വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുള്ള ബോധ്യമാ, വിളിച്ച ദൈവം വിശ്വസ്തനെന്നുള്ള ധൈര്യമാ. അതേ മക്കളെ, ഹല്ലേലൂയ. എന്നാൽ ദൈവപുത്രന്റെ വാഗ്ദത്തങ്ങളെ അവഗണിച്ചുകൊണ്ട് നിരാശയുടെ നിലയില്ലാ കയത്തിലേക്ക് ഇറങ്ങിപ്പോയ 2 ശിഷ്യന്മാരുടെ അനുഭവമാ നമ്മുടെ ചിന്താവിഷയം. സ്തോത്രം. ഒരുത്തന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ക്ലയോപ്പാവ്. രണ്ടാമത്തവൻ ആരെന്നറിയില്ല. പക്ഷേ ക്ലയോപ്പാവ് അറിയപ്പെടുന്നവരും ഈ രണ്ടാമൻ മറ്റുള്ളവർക്ക് വലിയ പരിചയമില്ലാത്ത വ്യക്തിയുമായിരിക്കാം. എത്ര പ്രശസ്തനാണെങ്കിലും ആരും അറിയാത്തവനാണെങ്കിലും വാഗ്ദത്തം കേട്ടവനാണെങ്കിൽ നീ പിന്മാറിപ്പോയാൽ നിന്നെ തേടി വരുന്ന കർത്താവ് ജീവിക്കുന്നു. ആമേൻ. നിങ്ങൾ യെരൂശലേം വിട്ടു വാങ്ങിപ്പോകാതെ അവൻ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തിനായി കാത്തിരിക്കണം എന്നുള്ള കർത്താവിന്റെ കൽപ്പന കേട്ട 12 2 ഇവർ എമ്മാവൂസിലേക്ക് പോകുന്നു. വാഗ്ദത്തം പകർന്നിരുവാൻ ദൈവം തെരഞ്ഞെടുത്ത യെരൂശലേമിൽ നിന്നും നിരാശയുടെ താഴ്വരയായ എമ്മാവൂസിലേക്ക് നടന്നു നീങ്ങുന്ന 2 പേർ. എന്റെ കുഞ്ഞെ, തങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ദൈവാലോചനയ്ക്ക് വിരോധമായി സഞ്ചരിക്കരുത്, വാഗ്ദത്തിനെതിരായി നടക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവപുത്രനെ ചവിട്ടിക്കളയരുത്, നിന്നെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണരുത്, കൃപയുടെ ആത്മാവിനെ തുച്ഛിക്കരുത്, നിന്ദിക്കരുത്. പണം കൂടിയാലും പത്രാസ് വർദ്ധിച്ചാലും പദവികൾ നേടിയാലും മക്കൾ 5 പേരും 5 വൻകരയിലും മാനിക്കപ്പെട്ടാലും ഇതിനെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ആലോചനയ്ക്കെതിരെ സഞ്ചരിക്കരുതേ. കേട്ട വാഗ്ദത്തം മറന്ന് യാത്ര ചെയ്യരുതേ. കർത്താവിന് നിന്നെക്കുറിച്ച് പ്രത്യേക ഉദ്ദേശമുണ്ട്, പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞേ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്ക്. ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയില്ലേ? ഹല്ലേലൂയ. എല്ലാ നല്ല ദാനങ്ങളും തന്നില്ലേ? നേടിയെടുത്ത മെറ്റീരിയൽസ് ബ്ലെസ്സിംഗും അതിനും അപ്പുറത്ത് നിത്യജീവനെന്ന അമൂല്യ നിധിദാനമായി നൽകിയ കർത്താവിനെ വിട്ടു നീ പോകരുത് മക്കളെ. സ്തോത്രം. പൗലോസ് പറയുന്നു, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് തെസലോനിക്കയിലേക്ക് പോയി. ധനമോഹക്കുന്നിലെ വെള്ളി സൂക്ഷിപ്പുകാരനെന്ന ദേമോസിനെ കുറിച്ച് അവൻ ജോൺ ബനിയൻ പറയുന്നത്. അതേ മക്കളെ, ദ്രവ്യാഗ്രഹം നിന്നെ നിത്യത എന്ന വാഗ്ദത്തത്തിൽ നിന്ന് അകറ്റരുത്. സൂക്ഷിക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാകുന്നു. നോക്കൂ, വാഗ്ദത്തം പകർന്നു തരുവാൻ ദൈവം നിശ്ചയിച്ച യെരൂശലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന നിരാശയുടെ താഴ്വരയിലേക്ക് തർക്കിച്ചും വാദിച്ചും നടന്നു പോകുക 2 ശിഷ്യന്മാർ. തർക്കവും വാദവും ഉണ്ടെങ്കിലും ഇവർ സംസാരിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു അവരോട് ചേർന്ന് നടന്നു. കുജേ, നിന്റെ കൂടിവരവിലെ ചിന്താവിഷയം ക്രിസ്തുവാണെങ്കിൽ, നിന്റെ പ്രസംഗത്തിന്റെ പ്രമേയം ക്രൂശിക്കപ്പെട്ട യേശുവാണെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു നിന്നോട് കൂടെ ഉണ്ട്. ഉറപ്പാ. സ്തോത്രം. ഇവർക്ക് നിരാശ വരാൻ കാരണം എന്താ? പ്രതീക്ഷിച്ച കാര്യം നടന്നില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. സ്വാഭാവികമാ അപ്പോൾ നിരാശയുണ്ടാകും. ശ്രദ്ധിക്കണം കുഞ്ഞെ, നിരാശ പിശാചിന്റെ കയ്യിലെ ശക്തമായ ആയുധങ്ങളിലൊന്നാ. അവൻ ഈ ആയുധം ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും ദൈവകുഞ്ഞുങ്ങൾക്ക് നേരെയായിരിക്കും. എന്നാൽ മക്കളെ, നീ നിരാശ വാരി പുതയ്ക്കേണ്ടവനല്ല, പ്രത്യാശയുടെ മേലങ്കി അണിയേണ്ടവനാ. ഇവര് നിരാശയോടാണ് നടക്കുന്നത്. നമുക്കറിയാം, നിരാശ ബാധിച്ചവരുടെ നടപ്പ് മന്ദഗതിയിലാകും. പരീക്ഷയെ തോറ്റവന് സാവധാനത്തിലാ വീട്ടിലേക്ക് വരുന്നത്, എന്നാൽ ജയിച്ചവൻ വീട്ടിലെത്താൻ ഓടും. അല്ലെങ്കിൽ നോക്കൂ, യെരൂശലേമിൽ നിന്നും 7 നാഴിക ദൂരമുണ്ട് എമ്മാവൂസിലേക്ക്. ഇവർ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടെങ്കിൽ വേഗത്തിൽ നടന്നാൽ ഉച്ചയ്ക്ക് 2 മണി 1 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് എമ്മാവൂസിലെത്തിയേക്കും. എന്നാൽ മനസ്സിൽ നിരാശ നിറഞ്ഞതുകൊണ്ട് യാത്രയുടെ വേഗതയും മന്ദഗതിയിലാണ്. എന്നാൽ പുനരുത്ഥാനം ചെയ്ത നമ്മുടെ കർത്താവിന് അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ നിന്ന് എമ്മാവൂസിലെത്താൻ നൊടി നേരം പോലും ആവശ്യമില്ല. എന്നിട്ടും കർത്താവ് ഇവരോട് ചേർന്ന് നടന്നു. ആമേൻ. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ യെരൂശലേമിൽ നിന്ന് ബേത്ശേദിലെത്താം, കമ്രദഭൂമിലെത്താം, ഗലീലയിലെത്താം, ശമരിയിലെത്താം, റോമിലെത്താം, പാതാളത്തിലെത്താം, സ്വർഗത്തിലെത്താം. പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ നിന്റെ അടുത്തെത്താം. നീ നിന്റെ രോഗക്കിടക്ക് മാറ്റിവിരിക്കാൻ നൊടി നേരത്തിനുള്ളിൽ എന്റെ കർത്താവിനെത്താം. വിദഗ്ധ ഡോക്ടർ വിദേശത്തുനിന്ന് വരാൻ മണിക്കൂറുകൾ എടുക്കും. പക്ഷേ സർവശക്തനായ പരമവൈദ്യന് നിന്റെ അടുത്തെത്താൻ നിമിഷം പോലും വേണ്ട. നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവെത്തും. അവൻ പ്രകാശമാണ് വേഗതയുടെ പരമകഷ്ട എന്ന ഐൻസ്റ്റീൻ പറഞ്ഞത്. എന്നാൽ ദൈവശക്തി അനുഭവിച്ചവൻ പറയുന്നു, അല്ല ഐൻസ്റ്റീൻ, അല്ലയോ ഐൻസ്റ്റീനെ, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നുണ്ട്, അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനമായ ക്രിസ്തു. ആർക്കും ചെല്ലാൻ കഴിയാത്തടത്ത് അവൻ കടന്നു ചെല്ലും. ആർക്കും അവൻ പ്രവർത്തിക്കാൻ കഴിയാത്തടത്ത് അവൻ അത്ഭുതം പ്രവർത്തിക്കും. അസാധ്യതകളുടെ കൂമ്പാരം പർവ്വതസമാനം ഉയർന്നു നിന്നാലും അവന്റെ മുമ്പിൽ എല്ലാ കുന്നും താഴ്ന്നു വരും. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തെ തടയാൻ ഒരു കോട്ട കൊത്തളങ്ങൾക്കും കഴിയില്ല.
മന്ത്രവാദത്തിന് കഴിയില്ല, ഒരു ക്ഷുദ്രപ്രയോഗത്തിന് കഴിയില്ല. കുഞ്ഞേ, നീ മണ്ണോട് മണ്ണായി പൊടിയിൽ അലിഞ്ഞു ചേർന്നാലും പൊടി പണ്ടായിരുന്നത് പോലെ തിരികെ ചേർത്ത് നിന്നെ രൂപാന്തര ശരീരിയാക്കി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്റെ കർത്താവിന് കണ്ണിമയ്ക്കുന്ന നേരം മതി. ഹല്ലേലൂയ. എന്റെ മക്കളെ, നീ ഓടിച്ച വാഹനം മരണത്തിന്റെ വായിലേക്ക് പാഞ്ഞു ചെല്ലുമ്പോ നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് നിന്റെ വാഹനത്തെ തെറ്റിമാറ്റിയ ദൈവം, നിയന്ത്രിച്ച ദൈവം, എതിരെ വന്ന വാഹനത്തെ നിയന്ത്രിച്ച് വഴിമാറ്റിവിട്ട ദൈവം, ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ. മരണത്തിന്റെ വിധി തിരുത്തി എഴുതപ്പെട്ട ജീവിതങ്ങളിൽ സന്ദേശം കേൾക്കുന്നുണ്ട്. ICUവിൽ കഴിഞ്ഞപ്പോൾ, CCUവിൽ നിസ്സഹായരായി കിടന്നപ്പോൾ, NICUവിൽ അതെ ശ്വാസം കിട്ടാതെ കിടന്നപ്പോൾ, MICUവിൽ അനങ്ങാൻ വയ്യാതെ കിടന്നപ്പോൾ, നിന്റെ ഉറ്റവർക്ക് പോലും അകത്ത് വരാൻ കഴിയാതിരുന്നപ്പോൾ, ഡോക്ടർമാരുടെ കഴിവിനും പ്രാപ്തിക്കും നിന്നെ വിടുവിക്കാൻ കഴിയാതിരുന്നപ്പോൾ, നിന്റെ അരികിൽ ഇറങ്ങി വന്ന ആയുസ്സിനെ നീട്ടിത്തന്ന കർത്താവ് ഇന്നു പുലരിയിലും വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വരാൻ അവന് നിമിഷാർത്ഥം മതി. ആമേൻ. നമുക്കെല്ലാവർക്കും വിമാനയാത്ര സന്തോഷമാണ്. ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിലൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്ന നിമിഷവും. പക്ഷേ ആ വിമാനം ആകാശപ്പരപ്പിൽ വെച്ച് ഒരു എയർ ഗട്ടറിൽ വീഴുമ്പോൾ ആദ്യം വിളിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെ അല്ല, എഞ്ചിനീയർമാരെ അല്ല, അത് ഉണ്ടാക്കിയ കമ്പനിയൊന്നുമല്ല. പിന്നെ എന്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞനും നിന്നെ സഹായിക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ നിന്റെ സഹായത്തിനായി പറന്നെത്തുന്ന ദൈവം ഒരു നിമിഷം പോലും വൈകത്തില്ല കേട്ടോ. കുഞ്ഞേ, നീ ശ്വസിച്ച വായുവിന്റെ ശുദ്ധതയോ കുടിച്ച ജലത്തിന്റെ നിർമ്മലതയോ കഴിച്ച ആഹാരത്തിന്റെ ഗുണമേന്മയോ ഒന്നുമല്ല നിന്നെ ഇന്നയോളം നിലനിർത്തിയത്. പ്രാണനെ തന്ന ദൈവപുത്രന്റെ കരുണയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കുഞ്ഞെ, നിന്നേക്കാൾ കഴിവുണ്ടായിരുന്നവർ ഇന്നില്ല കേട്ടോ. ബലമുണ്ടായിരുന്നവർ ഇന്നില്ല, മിടുക്കരായവർ ഇന്നില്ല. എന്നിട്ടും കഴിവില്ലാത്ത, ബലമില്ലാത്ത, മിടുക്കില്ലാത്ത നീ നിൽക്കുന്നു. നന്ദിയോടെ പറഞ്ഞിട്ട്, കർത്താവെ, നിന്നതല്ല, നീ എന്നെ നിർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന കർത്താവ് നിരാശയോടെ ഇഴഞ്ഞു നടക്കുന്ന തന്റെ കുഞ്ഞുങ്ങളോടുകൂടെ 7 നാഴിക നടക്കാൻ കാണിച്ച മഹാദയയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, ആഗ്രഹിച്ച അഡ്മിഷൻ കിട്ടിയില്ല, IELTS പാസ്സാകാൻ കഴിഞ്ഞില്ല, OETയും പാസ്സായില്ല, അച്ഛന്റെ അടുത്ത് പോകാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കാൻ പറ്റിയില്ല, മക്കളുടെ അടുത്ത് പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നടക്കുന്നില്ല. പ്രതീക്ഷിച്ചതല്ല ഈ രോഗം, പ്രതീക്ഷിച്ചതല്ല ഈ പ്രതിസന്ധി. അപ്പോൾ നിരാശ നിന്റെ യാത്രയെ സാവധാനത്തിലാക്കും. എന്നാൽ എന്റെ മക്കളെ, ദൈവത്തിന് ഒറ്റ നിമിഷം മതി ആഗ്രഹിച്ച സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിക്കാൻ, ആഗ്രഹിച്ച വിജയം നിനക്ക് തരാൻ, പരാജയത്തെ വിജയമാക്കി മാറ്റാൻ കർത്താവിന് ഒറ്റ നിമിഷം മതി. വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, അത് വിശ്വസിച്ച എത്രയോ പേരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പുലരിയിലും ദൂതേറ്റെടുക്ക്, നിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും. അതെ, നിരാശ ആത്മീയ മുന്നേറ്റത്തെയും മന്ദഗതിയിലാക്കും. കയ്യടി മന്ദഗതിയിലാകും, ആരാധന മന്ദഗതിയിലാകും, പാട്ട് മന്ദഗതിയാകും, പ്രസംഗവേഴയാൻ തുടങ്ങും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു തലോടൽ മതി നിന്നെ കുതിച്ചു ചാടുവാനിടയാക്കും. ആമേൻ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിർഭാഗ്യവശാൽ ഇന്ന് പലയിടങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ തലോടലിന് പകരം അത്യാധുനിക സംഗീതോപകരണങ്ങളെ അത് ഉപയോഗിച്ച് ആ സംഗീതോപകരണങ്ങളുടെ സഹായത്തോടൊരു കുതിച്ചുചാട്ടത്തിന് കൂട്ടുപിടിക്കുന്ന അപഹാസ്യമായ ഇടപാടാ കാണുന്നത്. വെസ്റ്റേൺ മ്യൂസിക് സൃഷ്ടിക്കുന്ന വൈകാരികത നിമിത്തം ജനം യഥാർത്ഥ പരിശുദ്ധാത്മശക്തി തിരിച്ചറിയാതിരിക്കാൻ കാരണമാവുകയാണ്. ആരാധനവേളയിൽ സംഗീതോപകരണം വേണ്ടെന്നല്ല, സ്തോത്രം, അത് കൃത്രിമ അന്തരീക്ഷം ഉളവാക്കാൻ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ആത്മസാന്നിധ്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഡെക്കറേഷനുകൾ കൊണ്ട് വേദികൾ വികൃതമായിരിക്കുന്നു. ഇടിമിന്നലുകളെ പ്രതിനിധീകരിക്കുന്ന ദീപസംവിധാനങ്ങൾ, സ്വർഗീയ ഷെക്കൈനയുടെ അവരനായി വിവിധ നിറങ്ങളിൽ പുക പുറപ്പെടുവിക്കുന്ന യന്ത്ര സംവിധാനം, പ്രസംഗിയുടെ ശബ്ദത്തിന് ആധികാരികതയും ദൈവത്വവും ഒക്കെ വരുത്തി തീർക്കാൻ അത് പ്രതിധ്വനി പോലെ കൂടെ പറയുന്ന അനുചര വൃന്ദം, അങ്ങനെ എല്ലാ കൃത്രിമങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വേദികൾ ജനക്കൂട്ടത്തെ സത്യമറിയാതിരിക്കാൻ തടയാനുള്ള പിശാചിന്റെ തന്ത്രമാണെന്ന് ജനം തിരിച്ചറിയണം. സ്തോത്രം. ചില കാലങ്ങളിൽ പുറകോട്ടിലേക്ക് നോക്ക്, വേദനയുടെ താഴ്വരയിൽ ഉള്ളം തകർന്ന് ജനം കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ നിറഞ്ഞ ആത്മശക്തി പ്രതിസന്ധികളെ പുരോഗതിയുടെ ചവിട്ടുപടിയാക്കാൻ അവർക്ക് കരുത്തു നൽകി. അതിന്റെ ഫലമാ അനന്തര തലമുറ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ. കർത്താവ് അവരോട് ചേർന്ന് നടന്നു. സ്തോത്രം. കുഞ്ഞെ, നിന്റെ നിരാശ മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രത്യാശയുടെ നായകനോട് ചേർന്ന് നടക്കുക. ചേർന്ന് നടന്ന് കർത്താവ് ഇവരോട് സംസാരിക്കാനുണ്ട്. എന്താ പറഞ്ഞത്? തിരുവെഴുത്തുകളിൽ മോശ തുടങ്ങി പ്രവാചകന്മാരും സങ്കീർത്തന പുസ്തകങ്ങളിലും തന്നെക്കുറിച്ചുള്ളത് അവരോട് പറഞ്ഞുകൊണ്ട് നടന്നു. മക്കളെ, നിരാശ മാറാനുള്ള ഏക വഴി നിന്റെ കർത്താവ് ആരാണെന്ന് ബോധ്യമാക്കുന്ന വചനത്തിലേക്കുള്ള മടങ്ങിവരവാ. സ്തോത്രം. തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ട് കർത്താവ് അവരോടൊപ്പം ഇതാ എമ്മാവൂസിലെത്തി. അവന് പ്രതീക്ഷിച്ച വീടിന്റെ മുൻപിലെത്തി. ഇപ്പൊ സമയം സന്ധ്യയായിരിക്കുന്നു. 6 മണിക്കൂർ കൊണ്ട് നടന്നെത്താവുന്ന ദൂരം ഇവർ ഒരു പകല് മുഴുവനും നടന്നാണ് ഇവിടെ എത്തിയത്. ഇപ്പോഴവർ കർത്താവിനോട് പറയുക, സന്ധ്യ ആയല്ലോ, സൂര്യൻ അസ്തമിക്കുന്നു, ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ പാർക്കാം.
സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുവാൻ. ഇവരാരോടായി പറയുന്നത്? പകൽ വാഴുവാൻ സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തോട്, അസ്തമന സൂര്യന് കൂടാരമടിച്ച ദൈവപുത്രനോടാ പറയുന്നത് സന്ധ്യയാകുന്നു. എന്നാൽ പ്രിയരെ, ഞാൻ ചിന്തിക്കുന്നു, ഇവര് കർത്താവിനെ കൂടെ പാർക്കാൻ വിളിച്ചത് സന്ധ്യ ആയതുകൊണ്ട് മാത്രമല്ല. പിന്നെയോ, വഴിയിൽ വെച്ച് അവൻ നമ്മോട് തിരുവെഴുത്ത് തെളിയിച്ച് സംസാരിച്ചപ്പോൾ ഉള്ളം കത്തി, ഹൃദയം കത്തി. അതുകൊണ്ടാകട്ടോ ഇന്ന് പുലരിയിൽ മക്കളെ, കേട്ട ദൈവശബ്ദം നിന്റെ ഹൃദയത്തിൽ കത്തലുളവാക്കിയെങ്കിൽ കർത്താവിനോട് പറഞ്ഞ, യേശുവേ, എന്നെ വിട്ടു പോകരുതേ, എന്റെ കൂടെ പാർക്കണം, എന്റെ വീട്ടിൽ പാർക്കണം, എന്റെ ഉള്ളിലങ്ങ് വസിക്കണം, എന്നോട് മനസ്സറിയണം, എന്റെ നിരാശയെ മാറ്റണം, എന്നെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. പ്രത്യാശയുടെ നായകൻ നിന്നിൽ വസിക്കും. ആമേൻ. മക്കളെ, ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 5000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും കഷ്ടതയിൽ അടുത്ത തുണയായി കർത്താവ് കാണുകയുള്ളൂ കേട്ടോ. ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ എണ്ണം 10,000 ഉണ്ടെങ്കിലും ഹൃദയം നുറങ്ങുമ്പോൾ നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ എന്റെ യേശു മാത്രമേ കാണൂ. നിരാശയുടെ നിലയിലൊക്കെ താണു കിടക്കുമ്പോൾ നിന്നെ പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നടത്താൻ എന്റെ കർത്താവെ കൂടെ കാണത്തുള്ളൂ. അവനെ കൂടെ കൂട്ടണേ. സ്വത്രം സ്വത്രം. വേദനയുടെ നിരാശയുടെ ചാരം മൂടി കരിക്കട്ട പോലെ കിടത്തുന്ന ജീവിതങ്ങളെ കനൽക്കട്ടകളാക്കി തീപ്പന്തങ്ങളാക്കി മാറ്റുവാൻ കൂടെ നടക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷാൽ ജീവന്റെ അപ്പമായ കർത്താവ് തന്റെ കൈകൊണ്ട് ആ വീട്ടിൽ വെച്ച് ഇവർക്ക് നുറുക്കി കൊടുക്കുകയാ. സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ആതിഥേയനായി മാറിയിരിക്കുകയാണ് അതിഥി. യേശു സത്യത്തിൽ ഇവിടെ അതിഥിയാണ്. പക്ഷേ ആതിഥേയം ചെയ്യേണ്ട ശുശ്രൂഷ അതിഥി ചെയ്യുകയാ. സ്തോത്രം. അവൻ തന്റെ തുളയ്ക്കപ്പെട്ട കരം കൊണ്ട് അപ്പമെടുത്ത് നുറുക്കി, ജീവന്റെ അപ്പമായ ക്രിസ്തു അവൻ അപ്പമെടുത്ത് നുറുക്കി അവർക്ക് കൊടുക്കുമ്പോൾ അത് നുറുക്കപ്പെട്ട ദൈവപുത്രനാണെന്ന് അവരുടെ ഹൃദയദൃഷ്ടി ഹല്ലേലൂയ തെളിയുകയാണ്. ഹൃദയക്കണ്ണിൽ മിഴിവോടെ തെളിയുകയാണ്. ലൂക്കോസ് പറയുന്നു, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട് ഹൃദയം കത്തിയപ്പോൾ, വചനമായ ക്രിസ്തുവിനെ, നുറുക്കപ്പെട്ട ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ, പിന്മാറ്റത്തിന്റെ എമ്മാവൂസിൽ നിന്നും അവർ വാഗ്ദത്തം പെയ്തിറങ്ങുന്ന യെരൂശലേമിലേക്ക് തിരിച്ചു നടന്നു. അല്ല, അവർ തിരിച്ചു ഓടിക്കാണും. അങ്ങോട്ട് പോകാൻ 7 നാഴിക എടുത്തെങ്കിൽ തിരിച്ചെത്താൻ പകുതി സമയം പോലും എടുത്തു കാണത്തില്ല. ഹല്ലേലൂയ. കുഞ്ഞേ, നിരാശ മാറിയെങ്കിൽ, നിന്റെ നിരാശ മാറിയെങ്കിൽ, ക്രിസ്തുവിനെ അറിയേണ്ടവണ്ണം അറിഞ്ഞെങ്കിൽ പിന്നെ നിന്റെ ഗമനം മന്ദഗതിയിലാകത്തില്ല. നീ ഇഴഞ്ഞു നടക്കേണ്ട ഗതികേട് വരത്തില്ല. രാജകീയ തുരകങ്ങളെ പിന്നിലാക്കി കുതിച്ചു പോയാൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ. അതെ, ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ മക്കളെ, നീ പിന്നെ എമ്മാവൂസിൽ ഇരിക്കരുത്. പരിശുദ്ധാത്മ സാന്നിധ്യം വാഗ്ദത്തം ചെയ്ത ഇടത്തേക്ക് തിരിച്ചു നടക്കണം യേശുവിന്റെ നാമത്തിൽ. അവൻ സംശയിച്ച തോമസിനെ ആണിപ്പഴുത് കാണിച്ച് മടക്കി വരുത്തിയവൻ. ഹല്ലേലൂയ. കനലിന്റെ മുമ്പിലിരുന്ന് തള്ളിപ്പറഞ്ഞ പത്രോസിനു വേണ്ടി കനലിൽ ചുട്ട അപ്പവും കരുതി കാത്തിരുന്ന് അവനെ മടക്കി വരുത്തിയവൻ. നോക്കൂ, അവൻ പിന്മാറിപ്പോയിട്ടും തള്ളിപ്പറഞ്ഞിട്ടും കർത്താവിന്റെ കരുതലിന് കുറവ് വന്നില്ല മക്കളെ. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ കർത്താവിന്റെ മുറിവിനെ കൂടുതൽ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അവിടുത്തെ സ്നേഹത്തിന് കുറവില്ല. അവൻ നിനക്ക് വേണ്ടിയുള്ളവന്റെ കരുതലിന് കുറവില്ല. ഈ കർത്താവ് ഹല്ലേലൂയ ഇതാ അവൻ അവിശ്വാസികളായി അവൻ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ തേടിച്ചെല്ലുകയാ. അവരെ തേടിച്ചെന്ന് മടക്കി വരുത്തി. ആമേൻ. ഒന്ന് പോയാൽ പോട്ടെ എന്ന് വെക്കുന്ന ആളല്ല നമ്മുടെ കർത്താവ്. തേടിച്ചെന്ന് തോളിലെടുത്തും മടക്കി വരുത്തുന്നതെയോ. എന്റെ കാര്യം എന്നറിയാമോ? നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തം, നിന്നോട് പറഞ്ഞ വാഗ്ദത്തം, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം, നിനക്കായി മാളിക മുറിയിൽ ഇറങ്ങി വരുമ്പോൾ നീ ഇല്ലാതെ പോകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടോ? രക്തം ജയം, രക്തം ജയം, രക്തം ജയം. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേൽ പെയ്തിറങ്ങാൻ നാളുകളായി കുഞ്ഞെ. അവൻ സമയം അടുത്തിരിക്കുക കുഞ്ഞെ. ഇപ്പൊ നീ പിന്മാറ്റത്തിലാണോ? അല്ലെങ്കിൽ നിന്നെ മടക്കി വരുത്താൻ വേണ്ടിയാ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ ആലോചന പറയുന്നത്. നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ നെറുകയിൽ പെയ്തിറങ്ങാനുള്ള സമയമായിരിക്കുമ്പോൾ നീ പിന്മാറിപ്പോയിരിക്കുകയാണോ? അതറിഞ്ഞുകൊണ്ട് കർത്താവ് നിന്നോട് പറയുന്നത് മടങ്ങിവാ, മടങ്ങിവാ, മടങ്ങിവാ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്ന സമയത്ത്, നിന്റെ മേൽ ചൊരിയപ്പെടുന്ന സമയത്ത് നീ അവിടെ ഇല്ലാതിരിക്കരുത്. ഹല്ലേലൂയ. അതാ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് മക്കളെ, ഹല്ലേലൂയ, അവൻ വീണ്ടും വീണ്ടും നിന്നെ തേടി വരുന്നത്. ഇനിയും മറുത്തു മത്സരിക്കാതെ കർത്താവിങ്കിലേക്കും മടങ്ങി വരാം. അതിനായിട്ട് ഈ സന്ദേശം എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പേര് രാജൻ ഫിലിപ്പ് എന്നാണ്. ഞാൻ സുവിശേഷകനാണ്, അടിമാലിയിൽ നിന്ന്. സഹോദരങ്ങളെ, അനട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് മറുപടി നൽകി ആദരിക്കും.
സ്തോത്രം. നമ്പർ ഇതാണ് 90721418